നമസ്കാരം. ഇത് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നുള്ള അവരുടെ ഈ ഹജ്ജ് തീർത്ഥാടനവും ഈ ഉംറയും അങ്ങനെയുള്ള ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പെരുന്നാളോടെ അവസാനിച്ചു. അതിനുശേഷം ഈ മക്കയിലും ഇതുപോലെയുള്ള പുണ്യപ്രദേശമായി അവർ കരുതുന്ന വിവിധ ഇടങ്ങളിലും ഉള്ള ഒരു കാഴ്ചയാണ്, അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ കണ്ടത്. എന്താണ് കാഴ്ച എന്ന് പ്രേക്ഷകർ തന്നെ ഒന്ന് കാണും. എങ്ങും വേസ്റ്റുകൾ, എങ്ങും മാലിന്യ കൂമ്പാരങ്ങൾ. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരു വലിയ പരിപാടി നടന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ കൂടി, ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു മറ്റ് ചടങ്ങുകളോ നടന്നാൽ കൂടി, ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. സമൂഹത്തിന്, അന്തരീക്ഷത്തിന് ഒക്കെ തന്നെ, മൃഗങ്ങൾക്ക് ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ദോഷം ഇത്തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പരാജയപ്പെട്ടാൽ ഉണ്ടാകും എന്നത് വാസ്തവമാണ്. അപ്പം സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും. ഇതിപ്പോൾ ഇന്ത്യയിലാണ് നടന്നതെങ്കിൽ, അല്ലെങ്കിൽ മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നുവല്ലോ, അതിനുശേഷമാണ് നടന്നത് എങ്കിൽ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കുംഭമേളയെ അടിച്ചമർത്താൻ, ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇല്ലാതാക്കാനൊക്കെ ആളുകൾ ധാരാളമായി രംഗത്തിറങ്ങി. മക്കയിൽ നിന്നുള്ള കാഴ്ചയായതുകൊണ്ട് ഇതിന് അധികം ഒരു വ്യൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അധികം ഒരു പ്രചാരം ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത ആ വെള്ളത്തിൽ ഈ ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയ ഉണ്ട്. മലിനജലമാണ് ശ്വസിക്കുന്നത്, മലിനജലമാണ് കുടിക്കുന്നത്. അവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ പരാജയമാണ്. എന്തെല്ലാം പറഞ്ഞ ആ മഹാകുംഭമേളയെ അടിച്ചമർത്താൻ നോക്കി. ആ മഹാകുംഭമേള കഴിഞ്ഞിട്ട് ആ പ്രദേശത്ത് ഒന്ന് പോയി നോക്കിയവർക്കറിയാം അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഒരു ചെറിയ കടലാസ് കഷ്ണം പോലും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു ലോകോത്തര മേള, ലോകത്തു നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാനാജാതി ആളുകൾ അടക്കം കോടിക്കണക്കിന് ആളുകൾ എത്തിയ ഒരു മേളയിൽ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അവിടുത്തെ ജലശുദ്ധീകരണ സംവിധാനം ഒക്കെ തന്നെ കാണേണ്ടതായിരുന്നു എന്നതാണ് അവിടെ പോയവർ പറഞ്ഞത്. വിവിധ മാധ്യമങ്ങളിൽ, ചില മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കാണാനും സാധിച്ചു. അതുപോലെ ട്വിറ്ററിലും അതുപോലെ ഫേസ്ബുക്കിലുമൊക്കെ അതിൻ്റെ ചില പോസ്റ്റുകളുമൊക്കെ കാണാൻ സാധിച്ചു. അപ്പം മക്കയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ പുണ്യനഗരമാണെങ്കിൽ, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പരാജയപ്പെട്ടാൽ അത് ഒന്ന് അറിയിക്കുന്നതിന്, പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന്, അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാൻ സാധാരണ ജനങ്ങൾക്ക്, സൗദി ജനതയ്ക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും അവരത് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ വലിയ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ, ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളും ഒക്കെ പലയിടത്തായി പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആ മാനേജ്മെന്റ് സിസ്റ്റം തന്നെ പരാജയമാണ് എന്ന് സമ്മതിച്ച് തരേണ്ടി വരും. നേരത്തെ പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്. ഇതിപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ഒരു മേളയായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ പൊക്കിപ്പിടിച്ചോണ്ട് വന്നേനെ. ഇതിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടിയിട്ട് കാര്യവുമില്ല. പിന്നെ സൗദി ഒരു രാജഭരണ പ്രദേശമാണ്, അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമായിരിക്കും, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത് കുംഭമേളയല്ല, മക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒന്ന് പറയുന്നു. ഇതിന് പ്രചാരം കൊടുക്കണം എന്നുമല്ല പറയുന്നത്, പ്രചാരം കൊടുത്ത് ഇത് മോശമാക്കണം എന്നുമല്ല, ഒരു മതത്തെ മോശമാക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യതിയാനം, ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വലിയ മേളയെ, ഒരു മഹാകുംഭമേളയെ പല രീതിയിൽ തകർക്കാൻ ശ്രമിച്ച ആളുകൾ ഇവിടെയുണ്ട്. ഹജ്ജിനെ തകർക്കണം എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും നമ്മൾ കണ്ട കാഴ്ചകൾ.